2002 ഫെബ്രുവരി 2 അന്താരാഷ്ട്ര പ്രശസ്തനായ ക്യാൻസർ ചികിത്സകൻ ഡോക്ടർ വി പി ഗംഗാധരന്റെ മനസ്സ് വൈദ്യശാസ്ത്രത്തിന്റെ അന്വേഷണാത്മകമായ മേഖലകളിലൂടെ രോഗിയുടെ അതിജീവനം ലക്ഷ്യമിടുന്ന നിർണായകമായ ഒരു ശസ്ത്രക്രിയയിൽ അർപ്പിക്കപ്പെടുകയായിരുന്നു. കേരളത്തിലെ ആദ്യ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് അന്നായിരുന്നു. തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിലെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ റൂമിൽ വെച്ച് ഡോക്ടർ വി പി ഗംഗാധരന്റെ നേതൃത്വത്തിൽ നടന്ന ചികിത്സാവിധികൾ വിജയിച്ചു. ആദ്യം തമിഴാ പഠിച്ചത്, പിന്നെ മലയാളം പഠിച്ചു. അപ്പൊ ഗേൾസ് സ്കൂളിലാണ് വിട്ടത് ആദ്യം. അതായിരുന്നു അടുത്തുണ്ടായിരുന്നത്. അപ്പൊ നീ സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി വരാറില്ലേ എപ്പോഴും. പിന്നെ പപ്പനെയൊക്കെ ഇവിടെ പിടിച്ചു തന്നെ കൊണ്ടുപോയില്ലേ പതിവ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഹൈസ്കൂളിലേക്ക് മാറി. അവിടെ പിന്നെ ആൺകുട്ടികളായിരുന്നു കുട്ടൊക്കെ. അന്ന് നല്ലോണം വികൃതിയൊക്കെ കാണിച്ച് നല്ലോണം ഓടിക്കളഞ്ഞ് അടുത്ത വീട്ടിൽ പോയി കളിയും ബഹളമൊക്കെ ആയിരുന്നല്ലോ. ജീവിതത്തിലെ ഏറ്റവും രസകരമായ കുറച്ച് ദിവസങ്ങൾ അല്ലെ കുറെ നാളുകളെ രചേട്ടനെ വെട്ടിയാട്ടിലെ വീടാണ്. രചേട്ടന്റെ വീട് വെട്ടിയാട്ടിലെ വീട്. രചേട്ടന്റെ വീട് ഞാൻ പറയില്ല, എന്റെ വീട് എന്നും എന്ന് പറയാം. എന്നും നമുക്ക് ഓർക്കാൻ മാത്രം. അങ്ങനെ ഒരു വീട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ആർസിസിയില് വർക്ക് ചെയ്യുന്ന കാലത്ത് ഡോക്ടറുടെ പേഷ്യൻസിന് ഡോക്ടറുടെ സമ്മതം കൂടാതെ കണ്ട് നാക്കിലും മറ്റ് ശരീരഭാഗങ്ങളിലും അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയ പ്രശ്നങ്ങളിൽ ഡോക്ടറുടെ ആ ഒബ്ജക്ഷൻ അല്ലേ മെയിനായിട്ട് ആർസിസിയിലുള്ള വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നല്ല മനുഷ്യൻ, ഒരു നല്ല ഡോക്ടർ, ഒരു നല്ല ഗൃഹസ്ഥൻ, ഇങ്ങനെ വ്യക്തിത്വത്തിന്റെ ഞാൻ അറിയുന്ന എല്ലാ മുഖങ്ങളിലും അനുകരണീയമായ മാതൃക സമൂഹത്തിൽ അവശേഷിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഡോക്ടർ ഗംഗാധരൻ. ഗംഗാധരന്റെ ഈ പ്രാഗൽഭ്യം നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾക്കും അംഗീകരിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മധ്യ കേരളത്തിലെ സേവനം ലഭ്യമാകുന്നത്. RCCയുടെ ശക്തി കേന്ദ്രമായിരുന്നു. അദ്ദേഹം പോയതോടുകൂടെ തന്നെ അവിടെ പെട്ടെന്നൊരു ഡിപ്പ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അവിടുത്തെ OPയിലൂടെ അദ്ദേഹത്തിൻ്റെ ഒപ്പവും മേലെയും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന പല ആളുകൾക്കും വളരെ അസഹിഷ്ണുത ഉണ്ടായിരുന്നു എന്നാണ് പൊതുജനം പൊതുവെ ധരിച്ചിട്ടുള്ളത്. ക്യാൻസർ ഒരു മാറാരോഗമല്ല. ക്യാൻസർ രോഗം ചികിത്സിച്ച് പരിപൂർണ സുഖമായി തിരിച്ച് സമൂഹത്തിലേക്ക് വരുന്നവർ ഒരു സാധാരണ ജീവിതത്തിലേക്കാണ് തിരിച്ചു വരുന്നത്. അവർക്ക് ആവശ്യം സമൂഹത്തിന്റെ ഒരു സിമ്പതിയല്ല. അവർ അസുഖത്തിൽ നിന്നും പരിപൂർണമായി സുഖം പ്രാപിച്ചു കഴിഞ്ഞു എന്ന് അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് അവർക്ക് വേണ്ടത്. വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ ചികിത്സ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പരിപൂർണമായി സുഖം പ്രാപിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരു രോഗമായിട്ട് ക്യാൻസറിനെ കാണാം.